തൊണ്ടയിൽ എന്തോ തടയുന്നത് പോലെയുള്ള തോന്നലുമായിട്ട് ഒരുപാട് രോഗികൾ ഒപിയിൽ വരാറുണ്ട്. പലരുടെയും പ്രശ്നം ഇത് ക്യാൻസർ ആണോ എന്നുള്ള സംശയമാണ്. അതുപോലെ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങൾ കാരണമാണോ ഇത് വരുന്നത്. തൊണ്ടയിൽ എന്തോ തടയുന്നത് പോലെയുള്ള തോന്നലിന് ഗ്ലോബസ് സെൻസേഷൻ എന്ന് മെഡിക്കൽ ഭാഷയിൽ പറയുന്നു. എന്താണ് ഗ്ലോബസ്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം? എങ്ങനെ നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താം? ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെയുള്ള തോന്നൽ മാത്രമല്ല, തുപ്പലിറക്കുമ്പോൾ പോലും ചില ആളുകൾക്ക് ഇത് ഭക്ഷണം പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു തോന്നലുണ്ടാക്കുന്നു. ഫോറിൻ ബോഡി സെൻസേഷൻ ത്രോട്ട്, തൊണ്ടയിൽ എപ്പോഴും എന്തോ തങ്ങി നിൽക്കുന്നു ഡോക്ടറെ, ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊന്ന് ക്ലിയർ ചെയ്താൽ മാത്രമേ ഇത് ശരിയാവുന്നുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് പലരും പറയാറ്. എന്നാൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും ഒന്നും കാണാൻ സാധിക്കില്ല താനും. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഗ്ലോബസ് ഉണ്ടാവാം? പ്രധാനമായും നമ്മുടെ കഴുത്തിലെ മസിൽസിൻ്റെ ടൈറ്റ്നെസ് ആണ്. ഇവിടെയുള്ള ക്രൈക്കോഫെറിഞ്ചസ് എന്ന മസിൽസ് ടൈറ്റ് ആവുമ്പോഴാണ് ഈ ഒരു ഗ്ലോബസ് സെൻസേഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ കഴുത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഭക്ഷണം ഇതുവഴി ഇറങ്ങിപ്പോകുന്ന ഫാരിങ്സ് എന്ന് വിളിക്കുന്ന ഭാഗമുണ്ട്, നമ്മൾ സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലാരിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ശ്വാസകോശത്തിലേക്ക് ഈ വഴി തന്നെയാണ് എയർ പോകുന്നത്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഏരിയയിൽ വർക്ക് ചെയ്യുന്നത് ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള മസിൽസ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള നെർവ്സ്, അതുപോലെ തന്നെ കാർട്ടിലേജ് എന്ന് വിളിക്കുന്ന ഭാഗം ഇതിന് ഷേപ്പ് തരികയും ചെയ്യുന്നു. ഈ നെർവ്സും മസിൽസും കാർട്ടിലേജും ഒക്കെ വളരെ കോർഡിനേറ്റഡ് ആയിട്ട് മൂവ് ചെയ്താൽ മാത്രമേ ഈ ഫോറിൻ ബോഡി സെൻസേഷൻ ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഫോറിൻ ബോഡി സെൻസേഷൻ ഉണ്ടാവാം? ഇതിനെ ഓരോന്നായിട്ട് തരംതിരിച്ചാൽ ആദ്യം വരേണ്ട കാരണം നമ്മൾ ഭക്ഷണം ഇറക്കുമ്പോൾ പാസ് ചെയ്യുന്ന ഈസോഫാഗസ് എന്ന ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതായത് ഈസോഫാഗസിലൂടെ ഭക്ഷണം പോകുമ്പോൾ ഈ ക്രൈക്കോഫെറിഞ്ചസ് മസിൽ സ്പാസത്തിലാവുന്നു, എന്തോ തടയുന്നത് പോലെ തോന്നൽ രോഗിക്കുണ്ടാവുന്നു. അതുപോലെ തന്നെ ഭക്ഷണം ശരിയായിട്ടുള്ള രീതിയിൽ താഴേക്ക് പോകുന്നില്ല, ഇതിന് ഈസോഫാജൽ ഡിസ്മോട്ടിലിറ്റി എന്നൊക്കെ പറയാം. പിന്നെയുള്ളത് ഭക്ഷണം വയറിലെത്തിക്കഴിഞ്ഞിട്ടും ഇതിൽ നിന്നുള്ള ആസിഡ് മേലോട്ട് തികട്ടി തൊണ്ടയിൽ വന്ന് തിരിച്ചു വീഴുന്നു. ഗ്യാസ്ട്രോഇസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ ലെറിംഗോഫെറിഞ്ചൽ റിഫ്ലക്സ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രശ്നവും തൊണ്ടയിൽ തടസ്സമുണ്ടാക്കുന്നു. ഇതും നമുക്ക് എന്തോ ഇരിക്കുന്നു എന്നുള്ള തോന്നൽ, അതല്ലെങ്കിൽ ഫോറിൻ ബോഡി സെൻസേഷൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത്തരം കാര്യങ്ങൾ തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മൂക്കിൻ്റെ പ്രശ്നങ്ങളാണ്. മൂക്കിലെ അലർജി, സൈനസൈറ്റിസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എപ്പോഴും തൊണ്ടയുടെ പിന്നിലേക്ക് കഫമൂർന്നു വരും. പോസ്റ്റ്നേസൽ ഡ്രിപ്പാണ് ഇതുപോലെ എന്തോ ഇരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ രോഗികൾക്കുണ്ടാക്കുന്നത്. പിന്നെയുള്ളൊരു ഘടകം ഒരുപാട് സ്ട്രെസ്സ്, ഡിപ്രഷൻ, ടെൻഷനൊക്കെ ഉള്ളവർക്ക് എപ്പോഴും ഇങ്ങനെ എന്തോ തങ്ങിയിരിക്കുന്ന ഒരു തോന്നലുണ്ടാവും. ഇത് വളരെ ഹൈറ്റൻഡ് ആയിട്ടുള്ളൊരു ഇമോഷണൽ സ്ട്രെസ്സിലാണ് വരുന്നതെങ്കിൽ ഗ്ലോബസ് ഹിസ്റ്ററിക്കസ് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി ഇത്തരം തോന്നലുകൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി കഴുത്തിലെ മുഴകളാണ്. ഇത് പുറമേക്ക് കാണുന്ന മുഴ ആയിക്കൊള്ളണമെന്നില്ല ഒരിക്കലും. തൈറോയിഡിൻ്റെ ഉള്ളിലേക്കുള്ള റിട്രോസ്റ്റേണൽ ഗോയിറ്റേഴ്സ് ചിലപ്പോൾ ഇത്തരം സെൻസേഷൻസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ വായുടെ ഉള്ളിൽ എന്തെങ്കിലും തങ്ങി നിന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഇത്തരം സിസ്റ്റുകളും മുഴകളും ഒന്നും വായുടെ ഉള്ളിലും കഴുത്തിന് ചുറ്റുമൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കുന്നതും ഈ ഗ്ലോബസിൻ്റെ ഇവാലുവേഷനിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെയുള്ളത് ഫുഡ് സെൻസിറ്റിവിറ്റീസ്. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്ന അലർജി അല്ല, എന്നാൽ ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് തൊണ്ടയിൽ എന്തോ തങ്ങി നിൽക്കുന്നത് പോലെയുള്ള തോന്നലുണ്ടാവാം. ഫുഡ് സെൻസിറ്റിവിറ്റിയും ഫുഡ് അലർജിയും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. പിന്നെയുള്ളത് നെർവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം. പല്ലിൻ്റെയൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ പല്ലെടുക്കാനും മറ്റും നെർവ് ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇങ്ങനെ ഗ്ലോബസ് സെൻസേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ENT രോഗങ്ങൾക്ക് വേണ്ടി എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ വായിൽ നമ്മൾ തരിപ്പിക്കാനായിട്ടുള്ള സ്പ്രേ അടിക്കും. ഇതും രോഗികൾക്ക് കുറച്ച് നേരത്തേക്ക് ഒരു ഗ്ലോബസ് സെൻസേഷൻ ഉണ്ടാക്കാറുണ്ട്. മൂക്കിൻ്റെ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ മൂക്കിൻ്റെ പിന്നിലുള്ള മരുന്ന് തൊണ്ടയിലെത്തിയാലും എന്തോ ഒന്ന് തങ്ങി നിൽക്കുന്നത് പോലെ തോന്നാം. അപ്പോൾ ഈ ഗ്ലോബസ് സെൻസേഷൻ എന്ന് പറയുന്നത് ഒരു അസുഖത്തിൻ്റെ പേരല്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി നമ്മൾ ചികിത്സിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് ഒന്നുമില്ല രോഗിക്കെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം? ഈസോഫാഗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അപ്പർ GI എൻഡോസ്കോപ്പി, ബേരിയം സ്വാളോ, അതുപോലെ തന്നെ സ്വാളോയിങ് സ്റ്റഡീസ് തുടങ്ങിയവ ചെയ്യാം. പിന്നെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ അലർജി ഉണ്ടോ എന്ന് നോക്കാനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാം. അതുപോലെ തന്നെ മൂക്കിലെ എൻഡോസ്കോപ്പി, മൂക്കിൽ ദശയുണ്ടോ, അലർജിയുടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ തുടങ്ങിയവയൊക്കെ നോക്കാം. പിന്നെ കഴുത്തിലെ മുഴകളുണ്ടോ, അത്തരം പ്രശ്നങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ കഴുത്തിൻ്റെ ഒരു CT സ്കാൻ എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കി പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ ഇതിന് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം മതി. എന്തൊക്കെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട സാധനങ്ങൾ?
ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭക്ഷണ രീതി ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഗ്യാസ്ട്രോഇസോഫാജൽ റിഫ്ലക്സ്, അതായത് വയറിലെ ആസിഡ് കഴുത്തിലേക്ക് എത്തുന്ന പ്രശ്നത്തിന് നമ്മൾ ചെയ്യേണ്ടത് കുറഞ്ഞ അളവിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. രാത്രി ഉറങ്ങുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ ഭക്ഷണം നിർത്തുക. സ്മോക്കിങ്ങും ആൽക്കഹോളും നിർബന്ധമായിട്ടും നിർത്തിവെക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് കഫീനേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് കഫീൻ അടങ്ങിയ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. പിന്നെയുള്ളത് ധാരാളം വെള്ളം കുടിക്കാം. അലർജി ഉള്ളവരാണെങ്കിൽ അലർജി ട്രീറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്താം. സ്ട്രെസ് കുറയ്ക്കാനായിട്ട് യോഗ, എക്സസൈസ്, മെഡിറ്റേഷൻ തുടങ്ങിയ മാർഗ്ഗങ്ങൾ നമുക്ക് അവലംബിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്താണ് ഈ ഫോറിൻ ബോഡി സെൻസേഷൻ ത്രോട്ട് അഥവാ ഗ്ലോബസിന് നമ്മളൊരു പരിഹാരം കണ്ടെത്തേണ്ടത്. ഇത്തരം പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ടാകും. അവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.